ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് അപ്പം, ചപ്പാത്തി, പൊറോട്ട, അതുപോലെ ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ആ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു 6-7 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസസ് ആക്കിയതും ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുക എന്ന് പറയുമ്പോൾ സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല, പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ അളവ് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു വലിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരപ്പാലാണ്. അപ്പോൾ നാളികേരത്തിൻ്റെ 2ാം പാലാണ് ചേർക്കുന്നത്. അതൊരു 2 കപ്പ് ചേർക്കാം. അതിനുശേഷം കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നാളികേരപ്പാൽ പിരിഞ്ഞതുപോലെ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വേവിക്കാതെ അങ്ങനെ തന്നെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് കുക്കായി വരുന്ന സമയത്ത് നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഇനി ഈ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടില്ല, അത് മുഴുവനായിട്ട് പൊടിഞ്ഞു പോവും. മുട്ട അതിൽ കടന്ന് വെന്തിട്ട് സെറ്റായി കിട്ടണം. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ആകുമ്പോഴേക്കും മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ മുട്ട നന്നായി വെന്ത് ആ ഗ്രേവിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ 1ാം പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് നാളികേരപ്പാലാണ് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പഞ്ചസാര താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം ഇതിൻ്റെ മേലെ ഒരു പകുതി തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിഷ്ടമുള്ള അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ബ്രെഡിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്